എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൂര്യകാലടി എന്ന സൂര്യകാലടി ഭട്ടതിരിയുടെ കഥ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ എല്ലാ പേര് ആദ്യകാലത്തൊക്കെ കാലടി എന്നായിരുന്നു, വെറും കാലടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സൂര്യകാലടി ആയത്. സൂര്യകാലടി ആവാനുള്ള കാരണം നോക്കാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ആദ്യം പറയണത്. ഈ കാലടി എന്ന് പറയുന്ന ഇല്ലം അത് കുമാരനെല്ലൂരിനടുത്ത് നെട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ളവർ ഒരു നല്ല മന്ത്രവാദികളും പ്രത്യക്ഷമായിട്ട് ഗണപതി ഭഗവാനെ കാണാൻ സാധിക്കുന്നവരും ഒക്കെ ആയിരുന്നു എന്നാണ് പറയണത്. ഒരിക്കൽ ഈ ഇല്ലത്തുള്ള ഒരു ഭട്ടതിരിയും അദ്ദേഹത്തിൻ്റെ വേറൊരു നമ്പൂതിരിയും കൂടി തൃശ്ശൂർ പൂരം കാണാൻ പോയി. അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തെത്തിയപ്പം നേരം വൈകി. അപ്പോൾ അവിടെ ഒരു ഇല്ലത്ത് കയറി സന്ധ്യാവന്ദനം കഴിച്ചു. നേരത്തെ ഊണ് കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെയും നടക്കാൻ തുടങ്ങി. അപ്പോൾ യക്ഷിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ആ യക്ഷിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തിന് മുമ്പ് എത്താറായപ്പോൾ അതീവ സുന്ദരികളായ 2 സ്ത്രീകൾ അവിടെ വഴിയിൽ നിൽക്കണമുണ്ട്. അപ്പോൾ ആ സ്ത്രീകൾ ഇവരുടെ അടുത്ത് ചെന്നിട്ട്, തിരുമേനിമാരെ എങ്ങോടാ ഈ അസമയത്ത് പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഭട്ടതിരി പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ സ്ത്രീകൾ പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ യക്ഷിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഈ സന്ധ്യ കഴിഞ്ഞ സമയത്ത് അസമയങ്ങളിലൊന്നും ഇതിലെ മനുഷ്യരാരും നടക്കാറില്ല. അതൊരു വിഷമം പിടിച്ച സ്ഥലമാണ്. നിങ്ങളതിനെപ്പറ്റിയൊന്നും കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ട, അതത്ര നല്ലതല്ല എന്നാണ് തോന്നണത്. എന്തെങ്കിലുമൊക്കെ ആപത്തുണ്ടാവും ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ദിക്കിലൊന്നും ഒരു പരിചയമില്ല. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉള്ള വഴിയാണല്ലോ, ഞങ്ങൾ കുറേ ദൂരെ ഉള്ളവരാണ്, ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോവണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കിടക്കാനൊന്നും ഒരു സ്ഥലം ഇവിടെയൊന്നും ഈ ഒരു ഇല്ലങ്ങളൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ എവിടെയാണ് കിടക്കുക? പോവണ്ടെന്ന് വെച്ചാൽ ഈ കാട്ടിൽ കിടക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ എങ്ങാനും വല്ല ഇല്ലങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ അടിയങ്ങളുടെ മാടം മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ വിരോധമൊന്നുമില്ലെങ്കിൽ അവിടെ കഴിയാം എന്ന് പറഞ്ഞു സ്ത്രീകൾ. അപ്പോൾ ഇങ്ങനെ ഈ 2 സ്ത്രീകളും കൂടി ഇവരോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇനി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ല ആപത്തും പറ്റിയാലോ എന്നൊക്കെ ശങ്കിച്ചിട്ട് പേടിയായി ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ. യക്ഷികളെങ്ങാനും പിടിച്ചാലോ എന്നുള്ള ഒരു പേടിയും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ഈ പെണ്ണുങ്ങളുടെ ഈ സുന്ദരിമാരുടെ വീട്ടിലേക്ക് പോയാൽ സുഖമായിട്ട് കഴിയാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ കൂടെ പോയി. സുഖമായിട്ട് കിടക്കാലോ, രാവിലെ എണീറ്റ് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ 4 പേരും കൂടി അവിടുന്ന് പോയി. കുറച്ച് ചെന്നപ്പോൾ വലിയൊരു നല്ല മാളിക കണ്ടു. ആ സ്ത്രീകൾ 2 പേരും കൂടി ഈ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ വലിയ വിശാലമായിട്ടുള്ള 2 വലിയ മുറികളും ഒക്കെ ഉണ്ട്. 2 പേർക്കും ഓരോ മുറി കൊടുത്തു കിടക്കാൻ. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പം 2 സ്ത്രീകളും ഇവരുടെ അടുത്ത് ചെന്നുകൂടി. ഈ ഓരോ ഭട്ടതിരിയുടെയും നമ്പൂതിരിയുടെയും അടുത്ത് ചെന്നുകൂടി. അപ്പോൾ ഭട്ടതിരിയുടെ അടുത്ത് ചെന്ന സ്ത്രീ ആ ഭട്ടതിരിയെ തൊട്ടപ്പം തന്നെ അദ്ദേഹത്തിന് ബോധം കെട്ടു. ഉടനെ ബോധം കെട്ടു. ആ സമയത്ത് തന്നെ ആ സ്ത്രീ അയാളെ ആ ഭട്ടതിരിയെ തിന്നാൻ തുടങ്ങി. എന്നുവെച്ചാൽ അത് യക്ഷികളായിരുന്നു. ഇവർക്കത് മനസ്സിലായില്ല. നമ്പൂതിരിക്ക് എന്ന് പറഞ്ഞാൽ പതിവായി ദേവീമാഹാത്മ്യം പാരായണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവീമാഹാത്മ്യ ഗ്രന്ഥം ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥം തലയ്ക്ക് വെച്ചിട്ടാണ് നമ്പൂതിരി എന്നും ഉറങ്ങുക. അന്നും ആ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം അത് തലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഈ മറ്റേ യക്ഷിക്ക് ആ സ്ത്രീയായിട്ട് നിൽക്കണ, ആ സ്ത്രീ വേഷം കെട്ടി മനുഷ്യ സ്ത്രീയായിട്ട് നിൽക്കണ യക്ഷിയാണ്. ആ യക്ഷിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ആ സ്ത്രീക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവി മാഹാത്മ്യമുണ്ട് എന്ന്. അതുകൊണ്ട് അടുത്തേക്ക് ചെല്ലാൻ പറ്റണില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഈ ഗ്രന്ഥം ഇവിടെ താഴെങ്ങാനും വെച്ചോളൂ, അതെന്തിനാ ഇങ്ങനെ തലയ്ക്ക് വെച്ചിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് താഴെ വയ്ക്കാൻ പാടില്ല, നിലത്ത് വയ്ക്കാൻ പാടില്ല, ഞാനിത് എൻ്റെ തലയ്ക്കൽ ഇങ്ങനെ വെച്ചിട്ടാണ് കിടന്നുറങ്ങുക പതിവ് എന്ന് പറഞ്ഞു. പിന്നെയും ഗ്രന്ഥം താഴെ വയ്ക്കാൻ വല്ലാണ്ട് നിർബന്ധിച്ചു ഈ സ്ത്രീ. നമ്പൂതിരി സമ്മതിച്ചില്ല, അത് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറ്റപ്പുറത്തെ മുറിയിൽ നിന്ന് ഭട്ടതിരിയുടെ എല്ലും ഒക്കെ കടിച്ച് പൊട്ടിക്കണ ശബ്ദം കേട്ടു ഇത്രേ. ചോര കുടിക്കണതിൻ്റെ ശബ്ദവും ഒക്കെ നന്നായിട്ട് കേൾക്കാൻ തുടങ്ങി ഇത്രേ ഈ മുറിയിലേക്ക്. അപ്പോൾ നമ്പൂതിരിക്ക് കുറേശ്ശെ ഭയവും കുറച്ച് സംശയവും ഒക്കെ വന്നു തുടങ്ങി. അവിടെ കിടന്നുകൊണ്ട് ഭട്ടതിരിയെ വിളിച്ചു നോക്കി. ഭട്ടതിരിയുടെ ശബ്ദമില്ല. ഭട്ടതിരി അപ്പോഴേക്കും ഈ മറ്റേ സ്ത്രീ മുക്കാലും തിന്നു കഴിഞ്ഞിരുന്നു. പിന്നെ ആരാ വിളി കേൾക്കുക? ഭട്ടതിരി വിളി കേൾക്കാതിരുന്നപ്പോൾ അടുക്കൽ നിൽക്കുന്ന സ്ത്രീ ഇതുപോലെ ഗ്രന്ഥം താഴെ വയ്ക്കാൻ നിർബന്ധിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നമ്പൂതിരിക്ക് മനസ്സിലായി, ആകപ്പാടെ നല്ല പന്തിയല്ലല്ലോ ഈ സ്ഥലം, ഇത് വെറും മനുഷ്യ സ്ത്രീകളല്ല, അടുക്കൽ നിൽക്കുന്നത് വെറും മനുഷ്യ സ്ത്രീ അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി. പേടിയും തുടങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും അദ്ദേഹം ഗ്രന്ഥം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് തന്നെ കിടന്നു. ആ ഗ്രന്ഥം താഴെ വയ്ക്കാതെ തന്നെ കിടന്നു, ഉറങ്ങിയതും ഇല്ല. രാത്രിയിലൊന്നും ഉറക്കമുണ്ടായില്ല. രാത്രി വെളുപ്പാങ്കാലാവുന്ന എന്ന് വെച്ചാൽ ബ്രഹ്മമുഹൂർത്തം ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അതുവരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ സ്ത്രീ ഇങ്ങനെ നിന്നു, ഇങ്ങനെ നിർബന്ധിക്കുകയും ചെയ്തു. ഈ നമ്പൂതിരിയാണെങ്കിൽ കട്ടിൽ തന്നെ ഉറങ്ങാതെ കിടക്കുകയും ചെയ്തു. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ അവിടെ മണിമാളികയില്ല, രണ്ട് സ്ത്രീകളും ഇല്ല, ഒന്നുമില്ല. നമ്പൂതിരി വലിയൊരു കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കണത്. പിന്നെ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് അപ്പം നല്ല ക്ലിയറായി ആരാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. അപ്പോൾ എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് ഈ കരിമ്പനയുടെ മുകളിൽ നിന്ന് വീഴാതെ താഴെ ഇറങ്ങി. അപ്പോൾ ഭഗവതി അദ്ദേഹത്തെ തുണച്ചു എന്നല്ലാണ്ട് വേറെ എന്താ പറയുക അല്ലേ? അപ്പോൾ അതിനടുത്തുള്ള മറ്റൊരു കരിമ്പനയുടെ രണ്ട് കരിമ്പന ഉണ്ടായിരുന്നു. അതിൽ മറ്റേതിൻ്റെ ചുവട്ടിൽ ഭട്ടതിരിയുടെ കുടുമയും അതുപോലെ നഖവും മാത്രം ബാക്കി ഇങ്ങനെ കിടക്കണുണ്ട് അതിൻ്റെ താഴെ. അപ്പോൾ തലേ ദിവസം കണ്ടത് മനുഷ്യ സ്ത്രീകളല്ല, യക്ഷികൾ തന്നെയായിരുന്നു. അവർ നമ്മളെ പറ്റിച്ച് കൂട്ടിക്കൊണ്ടുപോയതാണ് എന്നൊക്കെ ഈ നമ്പൂതിരിക്ക് മനസ്സിലായി. എന്തായാലും ദേവി മാഹാത്മ്യം ആ ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ തൊടാൻ പാടില്ലാത്തത് കൊണ്ടാണ് മറ്റേ യക്ഷി ഭക്ഷിക്കാത്തത് എന്ന് നമ്പൂതിരിക്ക് മനസ്സിലായി. എന്തായാലും അദ്ദേഹം തൃശ്ശൂർ പൂരമൊക്കെ വേണ്ടാന്ന് വെച്ച് തിരിച്ച് ഇല്ലത്തേക്ക് തിരിച്ചുപോയി. അന്ന് മരിച്ചുപോയ ആ ഭട്ടതിരിക്ക് വേറെ പുരുഷന്മാരൊന്നും ആ ഇല്ലത്തുണ്ടായിരുന്നില്ല. ആ ഭട്ടതിരിയാണ് ആകെ ഉണ്ടായിരുന്ന ഒരു പുരുഷൻ ആ ഇല്ലത്ത്. അദ്ദേഹമാണെങ്കിൽ മരിക്കുകയും ചെയ്തു. അന്ന് ഇദ്ദേഹം ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിന് പോണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്തർജനം ഗർഭിണിയായിരുന്നു. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വിധവയായി പോയില്ലേ. വല്ലാണ്ട വിഷമായി. ഈ നമ്പൂതിരി തിരിച്ചു ചെന്ന എല്ലാ വർത്തമാനവും പറഞ്ഞു. അവർക്ക് ഭയങ്കര വിഷമായി. പിന്നെ അവർ തന്നെ ഭട്ടതിരിയുടെ ശേഷക്രിയയൊക്കെ ചെയ്തു അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു ഉണ്ണിയെ പ്രസവിക്കുകയും ചെയ്തു. നല്ലൊരു ആൺകുട്ടി ഉണ്ടായി. ഉണ്ണിക്ക് ഈ ജാതകർമ്മം, നാമകരണം, അതുപോലെ ചോറ് കൊടുക്കൽ, ഉപനയനം, സമാവർത്തനം എല്ലാം യഥാകാലം വേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യിച്ചു. അതിനിടയ്ക്ക് നന്നായിട്ട് വിദ്യാഭ്യാസവും ചെയ്യിക്കുകയും ചെയ്തു. വേദം പഠിപ്പിച്ചു, എല്ലാം ചെയ്തു. 16 വയസ്സായപ്പോഴേക്ക് ഈ ഉണ്ണി എല്ലാ വേദവും വേദാംഗ തത്വജ്ഞൻ എന്ന് പറയില്ലേ, സകല ശാസ്ത്രവും പഠിച്ച് നല്ല
നല്ല ബുദ്ധിമാനായിട്ടുള്ള ഉണ്ണിയായിരുന്നു. എന്തെല്ലാം പഠിക്കണം ഒരു ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ അതെല്ലാം നന്നായിട്ട് പഠിച്ചു. അപ്പോൾ അദ്ദേഹം ഈ അച്ഛൻ മരിച്ചു പോയതിൻ്റെ കാര്യം അദ്ദേഹത്തിനത് മനസ്സിലായപ്പോൾ അച്ഛനെ കൊന്ന ആ യക്ഷിയുടെ കഥ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് സൂര്യനെ സേവിച്ചു തുടങ്ങി. നല്ല അതികഠിനമായിട്ടുള്ള തപസ്സാണ് ഉണ്ടായിരുന്നത്. തപസ് ചെയ്ത് അദ്ദേഹം സൂര്യഭഗവാനെ പ്രത്യക്ഷാക്കി എന്നാണ് പറയുന്നത്. സൂര്യഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ബ്രാഹ്മണൻ്റെ രൂപം ധരിച്ച് അടുത്ത് ചെന്നു. ചില ദിവ്യമന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. പോരാത്തതെല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥവും കൊടുത്തു. ഇനി അറിയാത്ത കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നോക്കി പഠിച്ചോളൂ എന്ന് പറഞ്ഞ് സൂര്യഭഗവാൻ ഒരു ഗ്രന്ഥവും കൊടുത്തു അദ്ദേഹത്തിന്. എന്നിട്ട് മറിഞ്ഞുപോയി. അന്ന് ആ ഭട്ടതിരിക്കാണ് സൂര്യകാലടി എന്ന് പേര് കിട്ടിയത്. അങ്ങനെ അദ്ദേഹം പ്രസിദ്ധനായി. ആ പ്രസിദ്ധനായിട്ട് സൂര്യകാലടി എന്ന് പറയുന്ന ഭട്ടതിരി ഈ ഉണ്ണിയാണ്. ആ ഇല്ലത്ത് പിന്നീട് ഓരോ തലമുറയിലും ഓരോരുത്തർക്ക് സൂര്യൻ എന്നുള്ള പേരും, ആദ്യം ഉണ്ടാവണ ഉണ്ണിക്ക് സൂര്യൻ എന്ന്, സൂര്യനാരായണൻ, അങ്ങനെയൊക്കെ പേര് നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെയാണ് ആ ഇല്ലത്ത് ഉള്ള ആദ്യത്തെ ഉണ്ണിക്ക് സൂര്യൻ എന്ന് ചേർത്തിട്ടാണ് പേര് കൊടുക്കാറ് എന്നാണ് പറയണത്. സൂര്യഭഗവാന്റെ കയ്യിൽ നിന്ന് ഈ ഉപദേശവും ഗ്രന്ഥവും ഒക്കെ കിട്ടിയതിൻ്റെ ശേഷം ഇദ്ദേഹം വിവാഹം ചെയ്തു, ഗൃഹസ്ഥനായി താമസം തുടങ്ങി. ആ കാലത്ത് സൂര്യഭഗവാൻ കൊടുത്ത ആ ഗ്രന്ഥം മുഴുവനും വായിച്ച് ബൈഹാർട്ടാക്കി എല്ലാം പഠിച്ചു. അത് ഒരു മന്ത്രവാദ ഗ്രന്ഥമായിരുന്നു. ഭട്ടതിരി അത് പഠിച്ച് വലിയൊരു മന്ത്രവാദിയായി മാറി എന്നാണ് പറയുന്നത്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനുണ്ടായ പുത്രന്മാർക്കും ഈ സൂര്യഭഗവാൻ കൊടുത്ത ഈ ഗ്രന്ഥത്തിലുള്ള വിദ്യകൾ മുഴുവനും പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മക്കൾക്കും. അങ്ങനെ തലമുറ തോറും ഈ ഉണ്ടായ ആ ഉപദേശം കൊണ്ടാണ് ആ പാരമ്പര്യം ഇന്നും ഈ ഇല്ലത്ത് കാണുന്നുണ്ട് എന്നാണ് പറയണത്. കാലടിയിൽ ഭട്ടതിരിമാരുടെ ഈ മന്ത്രവാദത്തിന് ഈ നല്ല ഒരു ഫലം, വേറെ ആർക്കും ഇല്ലാത്തൊരു ഫലം ഇവർ ചെയ്താലുണ്ടാവണത്. അതിൻ്റെ കാരണം ഈ സൂര്യഭഗവാന്റെ അനുഗ്രഹമാണ് എന്നാണ് പറയണത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.